ആരെങ്കിലുമാണ് ഇവിടെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നിവിടെയുള്ള ചിലർ വിശ്വസിക്കുന്നില്ല. മരിച്ച ഒരാൾക്ക് ഏതെങ്കിലും കഴിവുകൾ ഉണ്ടാകുമെന്നും ഇവർ കരുതുന്നില്ല. ഈ മക്കാമിനെ കുറിച്ച് മുമ്പേ ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ ഇതില് അടക്കം ചെയ്ത ആരാണോ ആർക്കും തന്നെ അറിയുന്നില്ല. അത് മാത്രമല്ല, മരിച്ചു കഴിഞ്ഞാല് ഒരു പ്രത്യേകിച്ച് ഒരു കഴിവുണ്ടാകുന്നുള്ള വിശ്വാസം എനിക്കില്ല. 100% തട്ടിപ്പാ. ഇതിന് വേറെ അത്ഭുതം ഉണ്ട് എന്ന് പറയുന്നത് 100% തട്ടിപ്പാ. 1% അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എനിക്കിത് ഇവിടെ ഈ കിടക്കുന്ന ആൾ കേൾക്കുന്നതാണെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ അയാൾ കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പൊ എന്നെ മരിപ്പിക്കാൻ അയാൾക്ക് കഴിയുമല്ലോ. അങ്ങനെ അധികം അത്ഭുതം അയാൾക്കുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ മരിക്കുകയാണെങ്കിൽ ജനങ്ങളൊക്കെ അതിൽ വിശ്വസിക്കുകയും ചെയ്യും. ഇവിടെ നടക്കുന്ന പ്രാർത്ഥനകളെ എതിർക്കുന്നവർ മരിച്ചവർ കേൾക്കില്ല എന്ന് ഖുർആൻ വാക്യമാണ് അതിന് കാരണമായി പറയുന്നത്. പ്രവാചകന്മാരെ വിളിച്ചുപോലും പ്രാർത്ഥിക്കാൻ പാടില്ലെന്നും ഇക്കൂട്ടർ പറയുന്നു. ഖബറിന്റെ നീളം കൂടുന്നു എന്ന വാദത്തെയും ഇവർ തള്ളിക്കളയുന്നു. ചിലർ കൃത്രിമമായി ഖബറിന്റെ നീളം കൂട്ടാൻ ശ്രമിക്കുന്നതായും ഇവർ ആരോപിക്കുന്നു. ഞാൻ കാണുമ്പോഴേ ഇങ്ങനെയുണ്ട്, ഈ രൂപത്തിലുണ്ട്. പക്ഷെ ഇതിന്റെ നീളം ഇത് ആൾക്കാർ കൂട്ടി വെച്ചാൽ അത് ബെൽഡായിട്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഒരു കമ്പി കൊണ്ട് വളച്ച് നീട്ടം കൂട്ടിയതാണ്. അത് മനുഷ്യൻ തന്നെ ചെയ്യുന്നതാണ്, അല്ലാണ്ട് പ്രകൃതിയായിട്ട് പെട്ടെന്നുണ്ടായതൊന്നല്ല. ഇത് കമ്പിളിപ്പിക്കുകയാണ്, ജനങ്ങളെ കമ്പിളിപ്പിക്കാൻ വേണ്ടിയിട്ട് നീട്ടം കൂട്ടുന്നതാണ്. സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ചിലർ നടത്തുന്ന ഗൂഢശ്രമങ്ങളാണ് മന്ന മഖായിൽ നടക്കുന്നതെന്നാണ് ആരോപണം. സാധുക്കളായ മുസ്ലിം സ്ത്രീകളാണത്രേ ഇവരുടെ തട്ടിപ്പിന് ഇരയാകുന്നത്. ചില ആൾക്കാർ ഇതിന്റെ ബാക്കിൽ സാമ്പത്തിക വേണ്ടിയിട്ട് ലാഭത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. തട്ടിപ്പ് നടത്തുന്നത് അതിന് ജീവിക്കാൻ അവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇതൊന്നും ആളെണ്ണി പറഞ്ഞത് ഒന്നും വിചാരിക്കാതെ ഇയാളൊക്കെ ഇയാളെല്ലാം ഇവിടെ ഇത് വരുന്ന ആൾക്കാരെ പെണ്ണുങ്ങൾ പാവപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ട പാവപ്പെട്ട പെണ്ണുങ്ങൾ വരുന്ന അവരെ ഖുർആൻ ഓതിപ്പ് തരാമെന്നോ മറ്റൊന്നും പറഞ്ഞിട്ട് തട്ടിപ്പാക്കി. ഈ വാദം ഉയർന്നതോടെ രംഗം അശാന്തമാവാൻ തുടങ്ങി. ജമാഅത്തും മുജാഹിദും സുന്നികളുമൊക്കെയുള്ള ഇവിടെ നിന്നും പലവിധ വാദഗതികളും ഉയർന്നു വന്നു. ചിലർ ഇവിടെ നടക്കുന്ന സംഗതികളെ ഒക്കെയും പാടെ തള്ളിക്കളയാൻ തയ്യാറല്ല. ഇവിടെയുള്ള എല്ലാ കബറും പിന്നെ മുസ്ലിങ്ങളെ കബറെല്ലാം നമുക്ക് ഇവിടെ വന്നിട്ട് അവർക്ക് വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. അവരോട് നമുക്ക് പ്രാർത്ഥിക്കാൻ യാതൊരു വകുപ്പ് ഇസ്ലാമിലില്ല. അതിന് പ്രവാചകൻ ജനിച്ചത് മക്കത്താണ്. മക്കത്ത് ഇതേമാതിരി ഒരു പരിപാടിയില്ല, മദീനത്തില്ല. ജനിച്ച് ഒരുപാട് 40 വർഷം വരെ അവിടെ ജീവിച്ച് പ്രവാചകനായതിനു ശേഷം അവിടെ ഹിജ്റ പോയി മദീനത്തേക്ക്. അവിടെയില്ല അങ്ങനത്തെ ഒരു കബർ. അവിടുത്തെ കബർ പറഞ്ഞാൽ വെറും മൈതാനത്ത് കല്ലിങ്ങനെ പൊറുക്കി വെച്ചിട്ടുള്ള അവിടെ പോയ ആൾക്കാർ ഇതിൽ പല ആൾക്കാരുണ്ട്, അവർക്ക് കണ്ടാൽ അറിയാം. മക്കത്തും മദീനത്തും സൗദിയിലും എവിടെയും ഇങ്ങനത്തെ ഒരു ആചാരം കാണാൻ കഴിയില്ല. അപ്പൊ ഇസ്ലാമിന്റെ ആചാരം അതൊന്നും പറയാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ ഇന്ന് മക്കത്തും മദീനത്തും കാണണം. അതേസമയം ഇത്തരം എതിർപ്പുകളെല്ലാം തന്നെ പൊതുവിശ്വാസികളുടെയും പുത്തൻ ആശയക്കാരുടെയും പ്രചരണങ്ങളാണ് എന്നാണ് വിശ്വാസികളുടെ വാദം. കാലങ്ങളുടെ പഴക്കമുള്ള വിശ്വാസങ്ങളെ 4 ആൾ കൂടിയതുകൊണ്ട് മാത്രം മാറ്റാനാവില്ലെന്ന് ഇവർ പറയുന്നു. അറിവില്ലായ്മ. കാരണം അവർ ഈ എതിർക്കുന്ന വിശ്വാസികൾ വളരെ അടുത്ത കാലത്തുണ്ടായതാണ് എതിർപ്പ്. ഒരു 10-25 വർഷം മുമ്പൊന്നും ഈ എതിർപ്പൊന്നും ഉണ്ടായില്ല. കാരണം പുത്തൻവാദികൾ കടന്നുകൂടിയതോടുകൂടി ഇത്തരം ആചാരങ്ങൾ അവർക്ക് അനാചാരമാവുന്നു. എല്ലാ മതത്തിലും പല വിഭാഗങ്ങളുണ്ട്. അവരുടെ ആശയങ്ങൾ രണ്ടും പല രീതിയിലായിരിക്കും. ഒന്നിനെ മറ്റൊന്ന് ചിലപ്പോൾ നമ്മുടെ മുൻ തലമുറക്കാരെ വരെ എതിർക്കുന്ന പുത്തൻ ആശയങ്ങൾ വരെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ ആശയക്കാരെ ഇതിനെ എതിർക്കുന്നുണ്ട്. ഇവിടത്തെ വരുമാനം തളിപ്പറമ്പ് മുസ്ലിം ജമാഅത്തിനാണ് പോകുന്നത്. മഖാമിന്റെ മേൽനോട്ടവും അവർക്ക് തന്നെയാണത്രേ. എന്തെങ്കിലും തട്ടിപ്പ് കാട്ടി വരുമാനം വർദ്ധിപ്പിക്കേണ്ട കാര്യം ജമാഅത്തിനില്ലെന്നും വിശ്വാസികൾ പറയുന്നു. ഇതിന്റെ വരുമാനം നമ്മൾ തളിപ്പറമ്പ് ജുമാഅത്ത് പള്ളിക്കാണ് പോകുന്നത്. തളിപ്പറമ്പ് ജുമാഅത്ത് പള്ളിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള എന്റെ അറിവിൽ ഒരു ജുമാഅത്ത് പള്ളിയാണ് തളിപ്പറമ്പ്. അവർക്ക് അങ്ങനെ ഇതിന് സാധാരണക്കാരോട് ചൂഷണം ചെയ്തിട്ട് അവരുടെ പണം സമ്പാദിക്കാനുള്ള ഒരു ആവശ്യമില്ല. ജുമാഅത്ത് പള്ളി ട്രസ്റ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞ കമ്മിറ്റി ഉണ്ട് ഇവിടെ, പള്ളി കമ്മിറ്റി. അവരാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ ബണ്ണാരുണ്ട്, ബണ്ണാരും ധാരാളം പൈസ വരുന്ന വാഹനം പോകുന്ന ഡ്രൈവർമാരെല്ലാം ഇവിടെ പൈസ നിക്ഷേപിക്കാറുണ്ട്. നല്ല തുക മാസാന്ന് കിട്ടാറുണ്ട്.
എതിർക്കുന്നവർ മന്നാ മഖാമിനെ എതിർക്കുന്നവരല്ല, ഇവിടെ നടക്കുന്ന ചില ആചാരങ്ങളെ മാത്രം എതിർക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അതത്ര കാര്യമാക്കാനില്ലെന്നാണ് ചിലരുടെ വാദം. അവർക്ക് ഇതിന്റേതായി താല്പര്യം മന്ന മക്കാമിനെ മാത്രമായിരിക്കില്ല. അവർക്ക് ആദർശപരമായ കാര്യങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. സുന്നികൾക്കും മുജാഹിദും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതായത് പ്രാർത്ഥന വേറെ അള്ളാഹുവോട് നേരിട്ട് മതി എന്നുള്ള വിശ്വാസം, മറ്റിത്തരം ഇതൊന്നും അന്ധവിശ്വാസപ്പെട്ടതാണെന്നുള്ള വിശ്വാസം മുജാഹിദുകൾക്കുണ്ട്. സുന്നികൾ അത് ഉൾക്കൊള്ളുന്നില്ല. സ്വാഭാവികമായിട്ടും താൽക്കാലികമായിട്ടുള്ള വേറെന്തോ ലാഭത്തിന് വേണ്ടിയിട്ട് ഇതിനൊക്കെ എതിർക്കുന്നു, അത്രേ ഉള്ളൂ. എന്റെ കാഴ്ചപ്പാടിൽ പറയാനുള്ളത് ഇത് തന്നെയാണ്. ഈ ഇരിക്കുന്ന ആരാലും ചിലപ്പോൾ ആ വ്യക്തിയായിരിക്കും, പക്ഷെ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാനുള്ള അർഹത നമുക്കില്ല. ഒരുപക്ഷെ ഇതൊരു നല്ല ഒരു നമ്മളെ വിശ്വാസപ്രകാരം നല്ലൊരു മനുഷ്യനായിരിക്കും അതിന്റെ അകത്ത് കിടക്കുന്നത്. പക്ഷെ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാതെ അദ്ദേഹം പ്രാർത്ഥിച്ച ദൈവത്തോട് പ്രാർത്ഥിക്കാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മനുഷ്യന്മാർക്ക് ആർക്കും ഒന്നും മറഞ്ഞ കാര്യം അറിയില്ല, ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ദൈവത്തിനല്ല, ഇതൊക്കെ ദൈവത്തിന്റെ സൃഷ്ടികളാണ്. ഇവര് പ്രവാചകന്മാരായിരിക്കാം, സാധാരണക്കാരായിരിക്കാം, മനുഷ്യരായിരിക്കാം, അല്ലാതായിരിക്കാം, എന്തും ആവാം. അതൊന്നും നമുക്ക് ചോദ്യമല്ല. ഇവരൊന്നും പ്രാർത്ഥിക്കാൻ പ്രവാചകനോട് നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. ആകാശഭൂമികളുടെ സൃഷ്ടാവേ, ആരാധനയ്ക്ക് അർഹൻ നീ മാത്രമാണ്. അടിയങ്ങൾ നിനക്ക് മുന്നിൽ സർവവും സമർപ്പിക്കുന്ന സൃഷ്ടികൾ മാത്രം. പാൽക്കടലുള്ളിൽ ചൊരിയും മധുരം മലയാ